പൂജാരി റാസൽ ഖൈമയിൽ പോയപ്പോൾ വിചാരിച്ചു അതാണ് വാദി എന്നുള്ളത്. ഇവിടെ വരുമ്പോൾ വിചാരിക്കണം ഇതേതാ അതേ നമ്പർ. ഡീപ്പ് വാട്ടർ ഇസ് നോട്ട് അലൗഡ്, ഫിഷിംഗ് ആൻഡ് സ്വിമ്മിങ് റെസ്ട്രിക്റ്റഡ്. അതിന് കുഴപ്പമില്ല. ഷമി എന്തായാലും നീന്തൂല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മുമ്പൊരിക്കൽ ഞാൻ ഷമിയെ നീന്തൽ പഠിപ്പിച്ച കഥ ഷമി ഇപ്പോഴും മറന്നിട്ടുണ്ടാവില്ലല്ലോ. പക്ഷേ ഈ ഉച്ച സമയത്ത് ഇത് താറാവല്ലേ? ഓക്കെ, താറാവുകളുണ്ട്, പ്രാവുകളുണ്ട്. എൻ്റെ മനസ്സിലുള്ള കോൺസെപ്റ്റിലുള്ള സൗദി എല്ലാം മുഴുവനായിട്ട് പോവാണ് കേട്ടോ. ഓരോ സമയം കഴിയുന്തോറും നമ്മൾ ആ വാദി ഹനീഫിൽ ശരിയാ വെള്ളം കുറച്ച് കുറവായിരുന്നു. ഇവിടെ ഇപ്പോൾ വാദി നമ്ര ഇതല്ല. പ്രത്യേകിച്ച് റിയാദുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതില്ലല്ലോ, കടലില്ലല്ലോ. ഇപ്പം കടലില്ലാത്ത ആളുകൾ ഇത് കണ്ടോ ഷമി? ഇവിടെ ഒരു കുഞ്ഞ്, ഇതെനിക്ക് തോന്നുന്നത് ഒരു വെട്ടി ഉണ്ടാക്കി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതാക്കിയതുപോലെ ഉണ്ട്. നമ്മൾ വിസിറ്റ് സൗദി എന്നാണ് വന്ന. ആ മീൻ കണ്ടോ? മീനിൻ്റെ അടിയിൽ പുല്ലുകൾ, താറാവുകൾ അല്ലേ. വന്ന സ്ഥിതിക്ക് ഇല്ലല്ല, നിങ്ങൾ ആരും ഉപദ്രവിക്കുന്നില്ല, വെറുതെ ഒന്ന് മുഖം കഴുകുക മാത്രം. ആ ഓ എന്താ വ്യൂ ഇല്ലേ? പഴയ ഊട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഊട്ടിയിൽ ഭയങ്കര ചൂട് കൂടിയിട്ടുണ്ട്. പഴയ ഊട്ടിയിലും പിന്നെ അതുപോലെ പഴയ ബാംഗ്ലൂരും ഉച്ചയ്ക്ക് പോകുമ്പോഴും ക്ഷമിക്ക് ചുണ്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ തണുപ്പുകൊണ്ട് ഇങ്ങനെ ഡ്രൈ ആവുന്നു. ലിപ് ബാം ഉപയോഗിക്കുന്നത് നല്ല അല്ലേ? അപ്പം ക്ഷമി നേരത്തെ പറഞ്ഞ പോലെ പ്ലാന്റ്സ് അവിടെ കട്ട് ചെയ്യുന്നു, ഇവിടെ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുകയാണ് ആർട്ടിഫിഷ്യലായിട്ട്. നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി ശരിയാക്കിയതിന് ശേഷം പ്ലാന്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട്. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുന്നത് സത്യമാണ് കേട്ടോ. തണുപ്പുള്ള നാട്ടിൽ ചൂടിലേക്ക് വരുന്നു, ചൂടുള്ള സൗദി പതിയാണെങ്കിൽ കൂടിയും തണുപ്പിലേക്ക് വരുന്നു. ക്ഷമി ഒന്ന് ഇവിടെ ഒന്ന് നോക്കിയേ, ഒന്നും ചെയ്യണ്ട, ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്ക് എത്ര കാലായി എന്നറിയോ ഒരു താറാവിനെ കണ്ടിട്ടില്ലേ? അവരുടെ ആ ശബ്ദം കുട്ടിക്കാലത്ത് കറുപ്പും വെളുപ്പും എനിക്കിഷ്ടമായത് ഇങ്ങനെയാണ് കേട്ടോ ഷമി. കൂട്ടത്തിൽ ആ ഒരു വേറെ കളർ ഉണ്ടല്ലോ, അതേത് ലീഡറായിട്ട് ഒരാള് അതേ സ്റ്റൈലല്ലേ? അതിന്റെ ഫെദറൊക്കെ കണ്ടോ? പീകോക്കിന്റെ ഒരു സ്റ്റൈലില്ല അല്ലേ? വെള്ളത്തില് ഇതാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു സീൻ. നോക്കിട്ടെ, ഇങ്ങനെ വെള്ളത്തില് പ്ലാസ്റ്റിക് ആണ്. നമ്മളിപ്പോ ഈ കാലാവസ്ഥ വ്യതിയാനം എന്നൊക്കെ പറയുമ്പോഴും ഇതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട. ചെറുതാണെങ്കിൽ പോലും എനിക്ക് എല്ലാവരോടും പറയാനുള്ളതുണ്ടല്ലോ, ഈ പച്ചപ്പും ഈ തണുപ്പും ഈ ഭംഗിയൊക്കെ നമ്മളുടെ നാട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു. അതെല്ലാം പോയത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം നമ്മൾ കൊണ്ടുപോയി തട്ടിയിട്ട്. ഇന്നലെ ഇഫ്താർ കഴിഞ്ഞിട്ട് കണ്ടിരുന്നോ? എല്ലാവരും പാത്രം കൊണ്ടുപോയിട്ട് വഴിയിലങ്ങ് കളയാണ്. എന്നിട്ട് നമ്മൾ തന്നെ അങ്ങ് പെറുക്കിയപ്പോൾ എല്ലാവരും പെറുക്കി. ഇതൊരു ചെറിയ കാര്യമാണെങ്കിൽ കൂടിയും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട്, ഇതിപ്പോൾ എനിക്കവിടെ സ്ലിപ്പറി ആവുമായിരുന്നു. പക്ഷേ ഇതൊന്നും ദുബായിൽ നിന്ന് തുടങ്ങിയ ഒരു ശീലമാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഇത് നമ്മൾ മാറ്റിയിട്ട് ഇതിപ്പോൾ ഒരൊറ്റ പേപ്പറേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് നമ്മളെല്ലാവരും മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഈ ഭംഗി ഇതുപോലെ നിലനിർത്താനും. എൻ്റെ മൈക്കോടെ പോയി ഞാൻ ഈ പ്രസംഗിക്കണമെന്ന് ആരും കേട്ടിട്ടില്ല എന്നുണ്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, മാന്യമഹാജനങ്ങളെ, എൻ്റെ പ്രസംഗം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇത് ആ വെള്ളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു കവർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലുള്ള ഒരു 10 പേര് കവറിടുമ്പോഴേക്ക് ആ വെള്ളത്തിൽ വരുന്ന പക്ഷികളും മീനുകളും ഇത് തിന്നാൻ തുടങ്ങും. അങ്ങനെ നാളെ ആ ഒരു തലമുറ അന്യം നിന്ന് പോകും. നമ്മളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റാതെയും. എപ്പോഴും പറയാവുന്ന പോലെ ചീഫ് ഓഫ് സിയാറ്റിൽ, സിയാറ്റിൽ മൂപ്പൻ എന്ന് പറയും, അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ട്, ക്ഷമിക്ക് ഓർമ്മയില്ല അത്. അതായത് ഇപ്പോൾ ഈ കാണുന്ന പ്രകൃതി, ഈ അരുവികൾ, ഇതുപോലെ തന്നെ ഇതൊന്നും നമ്മുടേതല്ല,
അല്ലെങ്കിൽ നമ്മളെ അച്ഛനമ്മമാർ നമുക്ക് അനന്തരാവകാശിയുടെ വെച്ച് തന്നതുമല്ല. നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ടല്ലോ, എൻ്റെ മക്കൾ, പേരക്കുട്ടികൾ, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന മക്കൾ, എൻ്റെ എന്നല്ല നമ്മളുടെ എല്ലാവരുടെയും. ഇപ്പം ഞങ്ങളുടെ കേസിലാണെങ്കിൽ ഒന്ന് തന്നെയാണ്. അവരിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയതാണ്. കടം വാങ്ങിയ കാശാകുമ്പോൾ എപ്പോഴും തിരിച്ചു കൊടുക്കണമല്ലോ. ഇപ്പം ഇതൊരു പ്ലാസ്റ്റിക്, ഇതൊരു സിമ്പിളായിട്ട് ഞാനിപ്പോൾ ഇതൊരു എന്താണ് ഒരു കോൺസിഡൻസിലായിട്ട് അത് പറഞ്ഞു. ആ അതെ 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 അതെ. അപ്പം അതുകൊണ്ട് ഇത് ഒരാൾ വിചാരിച്ചാൽ മാത്രം പറ്റില്ല, നമ്മളെല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ദുബായിൽ ഇപ്പോൾ ഈ ജൂൺ തൊട്ടിട്ട് ഇനി 25 ഫിൽസിന് ദുബായിൽ നിന്ന് നമ്മൾ ഇപ്പോൾ സാധാരണ ലുലുവിലൊക്കെ ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ നെസ്റ്റോലോ കാരിഫോറിലോ അതുപോലെ തന്നെ ചൊയ്ത്രത്തിലൊക്കെ ചെല്ലുകയാണെങ്കിൽ സാധനം വാങ്ങിയിട്ട് കവർ ഇല്ലെങ്കിൽ 25 ഫിൽസിന് വാങ്ങാറുണ്ടായിരുന്നല്ലോ. ഇനി അതും പറ്റില്ല. 25 ഫിൽസിന് കാശ് കൊടുത്താലും കിട്ടില്ല. കാരണം ഈ ഒറ്റ തവണ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ നേരെ വേസ്റ്റിലെത്തുന്നു, മൃഗങ്ങളും പക്ഷികളും തിന്നു. ഇത് തന്നെ പാവം താറാവുകളുടെ അടുത്ത് വരണ്ടായിരുന്നു. അപ്പോൾ അത് ദുബായ് അങ്ങനെ മാറുന്ന പോലെ ലോകം മുഴുവൻ മാറുക. എനിക്ക് തോന്നുന്നു സൗദി അക്കാര്യത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ അപേക്ഷിച്ചിട്ട് കുറേ മാറ്റമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? APJ പറഞ്ഞതാണോ എന്നറിയില്ല. ആ ഒരു കോട്ട് കണ്ടിട്ടില്ലായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന്. ആദ്യം ഞാനൊരു പൂച്ചയെ വളർത്തി, അത് ഓടിപ്പോയി. ഒരു പട്ടിയെ വളർത്തി, അത് ഓടിപ്പോയി. ഒരു കുട്ടിയെ വളർത്തി, അവനും വലുതായപ്പോൾ പോയി. പക്ഷി ഉണ്ടായിരുന്നു. കുറച്ച് കയ്യിൽ നിന്ന് വിടണ്ടേ ഷമി? അവരെല്ലാം പോയി. ഒടുവിൽ പക്ഷി പോയി. അപ്പോഴ് ഞാനൊരു മരം നട്ടു, അവരെല്ലാം തിരിച്ചു വന്നു. ഏതാണ്ട് അതുപോലെ തന്നെയാണിത്. നോക്കിയേ, ഇവിടെ മരത്തിന് പകരം ഇവിടെ കുറച്ച് വെള്ളം കൊണ്ടുവന്നു. വെള്ളം കൊണ്ടുവന്നപ്പം ക്ഷമിങ്ങോ നോക്ക്, കുറച്ച് വെള്ളം വന്നോട് കൂടിയിട്ട് അതിൽ മീൻ വന്നു, താറാവ് വന്നു. മുഷു ഞങ്ങളതിനെ മൊയ്യ് എന്നാ പറയല്. മൊയ്മീൻ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെയാണ് തോന്നുന്നുണ്ട്. കിണറ്റിൽ കൊണ്ടുപോയിടാറുണ്ട്. കിണർ എന്നാവും വന്നിട്ട്. ഇതേ 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 സുൽത്താൻ ഇബ്രാഹിം അല്ലേ? പക്ഷെ അത് ഫ്രഷ് വാട്ടർ ആണ്. സുൽത്താൻ ഇബ്രാഹിം ഇവിടെ പറയുന്നതല്ലേ? സുൽത്താൻ ഇബ്രാഹിം ദുബായിൽ സുൽത്താൻ ഇബ്രാഹിം എന്നാ പറയല്. പിയാപ്പിള കെറ്റില. ഞങ്ങള് പുതിയാപ്പിള. ഞങ്ങൾ പിയാപ്പിളയല്ല, പുതിയാപ്പിള കോര. ചിലര് മറ്റേ കിളിമീൻ പറയില്ലേ? കിളിമീനും പറയും. ഇതിനെല്ലാം തരത്തും നല്ല പേരാണ് കേട്ടോ. സംഭവമാണ്. ഷമിയുടെ ഫേവറേറ്റ് ഫിഷസിൽ ഒന്നാണ് സുൽത്താൻ അല്ലേ? മാറിയോ? തുമ്പി കണ്ട ഷമി? കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരിയോടെ ചോദിക്കല്ലേ? സുന്ദരിയാണെന്ന് സമ്മതിച്ചു അല്ലേ? അത് മതി. ഇനി ചോദിച്ചു. ഷമി കണ്ടോ? തുമ്പി കണ്ടോ? കണ്ടു. ഓക്കെ, ഞാന് സൗദിയിലേക്ക് പോവാന്ന് പറഞ്ഞ ആ ഒരു പ്ലാൻ പറഞ്ഞപ്പം ഷമിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സൗദിയെ കുറിച്ചിട്ടുള്ള ധാരണ ഒന്ന് കേൾക്കട്ടെ. അത് ഷമിയുടെ മനസ്സിൽ മാത്രമല്ല, ആരുടെയും മനസ്സിൽ സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ തെളിയുന്ന ഒരു പോർട്രേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡെസ്റ്റിനേഷൻ ഫോർ പിൽഗ്രിംസ്. സത്യം, മക്കയും മദീനയൊക്കെ ഉള്ളോട്ട് അല്ലേ? എന്നാൽ നമ്മുടെ മഹാഭാരതവും രാമായണവും പാരഡൈസ് ലോസ്റ്റും അങ്ങനെ എപ്പിക്കുകളെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാത്ത ഇതിഹാസ സംഭവങ്ങളൊക്കെ കഥകളായി കേൾക്കാൻ പറ്റിയതുകൊണ്ട്. അത്തരത്തിൽ ഒരുപാട് ഇതിഹാസ സംഭവങ്ങൾ വെറും പഴങ്കഥകളായി മൗനമായി നിൽക്കുന്ന ഒരിടമാണ് സൗദി അറേബ്യ എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നും മനസ്സിലായിട്ടില്ല, എന്നാലും എന്തൊക്കെയോ സംഭവമാണെന്ന് മനസ്സിലായി. അത് ഷെമി പറഞ്ഞ കറക്റ്റ് ആട്ടോ. അത് ആ ഒരു കാരണം സൗദിയിലേക്ക് അങ്ങ് വന്ന് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരാതന പഴയകാല നമ്മൾ സിന്ധു നദിയുടെ തട സംസ്കാരം, യൂഫ്രട്ടീസ്, അതുപോലെ തന്നെ ടൈഗ്രീസ്, അതുപോലെ ജോർദാൻ റിവർ, ഇങ്ങനെ കുറേ റിവറിനോട് ചുറ്റിപ്പറ്റിയാണല്ലോ സംസ്കാരങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ആ സംസ്കാരങ്ങളെല്ലാം ശരിക്കും അതിൻ്റെയൊക്കെ ഒരു പാർട്ടായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയൊരു രാജ്യമാണ് ഇന്ന് സൗദി. ഒരു 1920s തൊട്ടിട്ടാണല്ലോ ഇവിടെ ഒരു കിങ്ഡം വരുന്നത്, കിങ്ഡം ഓഫ് സൗദി അറേബ്യ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഓയിൽ റെവല്യൂഷൻ വന്നു. ഇപ്പോ നമ്മള് ഒരു സ്ത്രീ ഇപ്പൊ കണ്ടല്ലേ, വരുന്ന വഴിക്കണ്ടല്ലേ ഷമി, സ്ത്രീകൾ ഒത്തിരി പേര് വണ്ടി അടിക്കും. നമ്മള് മുമ്പ് വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഒരു പഴയ സൗദിയും പുതിയ സൗദിയും പാരലായി പൊക്കോണ്ടിരിക്കുമ്പോൾ ആ യാത്രകൾ കാണാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പോകുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം കാണുന്നത്.
മാരത്തോൺ പതിവായി ഓടുന്ന ഞാൻ ഈ ചെറിയൊരു ഓട്ടത്തിൽ തോറ്റ എന്തുകൊണ്ടാണെന്നറിയാം. ചില തോൽവികൾ ജീവിതത്തിൽ ജയിക്കാൻ നല്ലതിനാണ്. ഈ ലോകത്തിൻ്റെ ഒരതിരിലേക്കാണ് യാത്ര.